തവിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചിപ്പിയപ്പമാണ്. ചിപ്പിയപ്പം എരുന്ത് ഉപയോഗിച്ചിട്ടുണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ സ്നാക്കാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക്. അപ്പോൾ ചിപ്പിയപ്പം ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം ഒരു ബൗൾ എടുത്തതിന് ശേഷം അതിലേക്ക് 1 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ എരുന്തിൻ്റെ ഇറച്ചി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ എരുന്ത് തോടോടുകൂടി വാങ്ങിയതാണെങ്കിൽ അതൊന്ന് തിളപ്പിച്ചതിന് ശേഷം അതിന് അടർത്തി എടുത്തിട്ട് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് പൂഴിയൊക്കെ ഉണ്ടാവും. അപ്പോൾ നന്നായിട്ട് കഴുകി ഫ്രഷ് ആക്കിയതിന് ശേഷം നമ്മൾ തിളപ്പിച്ച് അതിൻ്റെ അടിയിലെ വെള്ളം യൂസ് ചെയ്യാതെ നമ്മൾ എടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 10-15 ചെറിയുള്ളി ചെറുതായി അരിഞ്ഞത്, 3-4 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, മല്ലിയില, കറിവേപ്പില, ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ചെറിയുള്ളിയാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ്. വലിയുള്ളിയും ചിലർ യൂസ് ചെയ്യാറുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് എന്നിവ കൂടി ചേർത്ത് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് നമുക്കൊരു മാവാക്കി തയ്യാറാക്കി എടുക്കാനാണ്. അപ്പോൾ ഇതിലേക്ക് ഇനി വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കുറുകിയ രീതിയിലുള്ള ഒരു കൺസിസ്റ്റൻസിയിലുള്ള മാവാണ് നമുക്ക് ആവശ്യം. അപ്പോൾ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്ത് ഇളക്കി പാകാക്കിയതിന് ശേഷം അതിനനുസരിച്ച് വീണ്ടും ചേർത്ത് കൊടുത്താൽ മതി. കൂടുതൽ വെള്ളമായാൽ അത് ഉള്ളിൽ നമ്മൾ പൊരിച്ചെടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ വെളിച്ചെണ്ണയൊക്കെ കയറി ഒരു ടേസ്റ്റ് ഇല്ലാത്ത രീതിയിലാവും. നമുക്ക് പെട്ടെന്ന് മടുക്കുകയും ചെയ്യും. നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു മാവിൻ്റെ ഒരു കൺസിസ്റ്റൻസി പാകാക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുക. മുളക് പൊടി ചേർത്ത് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. പച്ചമുളക് ആയാലും മുളക് പൊടി ആയാലും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് അളവ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ ഒരു പാകമാണ് നമ്മളെ മാവിന് വേണ്ടത്. ഇതിൽ എന്തായാലും അയവ് വരരുത്. ലൂസായിട്ടുണ്ടെങ്കിൽ നമ്മളെ സ്നാക്ക് ശരിക്കും റെഡിയായി കിട്ടില്ല. വെളിച്ചെണ്ണ ഒക്കെ കുടിച്ച് നമുക്ക് കഴിക്കാൻ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മളെ വെളിച്ചെണ്ണ ചട്ടിയിൽ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഈ മാവ് ഒഴിച്ചു കൊടുക്കുക. ഒരു സ്പൂൺ ഉപയോഗിച്ച് ഒഴിച്ചു കൊടുക്കുക. ഇതിന് പ്രത്യേക ഷേപ്പൊന്നുമില്ല. നമ്മൾ പക്കവടൻ്റെ മാതിരി ഈ ഒരു സ്പൂൺ കൊണ്ട് ഇങ്ങനെ കോരി ഇടുന്ന ആ ഒരു ഷേപ്പ് ഏതാണോ വരുന്നത് ആ ഒരു രീതിക്ക് ഇതുണ്ടാവും. അപ്പോൾ നമ്മളെ ചിപ്പിയപ്പം നന്നായിട്ട് പൊരിഞ്ഞ് ഒരു സൈഡ് നല്ല പാകമായിട്ടുണ്ട്. നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറായി കിട്ടും. പിന്നെ കുറച്ച് നേരം വേവണം. എരുന്ത് ഒന്ന് വെന്ത് വരാനും കുറച്ച് സമയം എടുക്കും. അപ്പം നമ്മുടെ സ്നാക്ക് വെളിച്ചെണ്ണയിലേക്ക് ഇടുന്ന് നന്നായിട്ട് പൊരിഞ്ഞ് നമ്മുടെ ചിപ്പിയപ്പം സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ റെഡിയായി നല്ല പാകമായിട്ടുണ്ട്. ഇനി നമുക്കത് കോരിയ പ്ലേറ്റിലേക്ക് മാറ്റാം. വളരെ സിമ്പിളായിട്ട് ഈസി ആയിട്ട് എരുന്തിൻ്റെ ആ ഒരു ഫുള്ള് ടേസ്റ്റ് കിട്ടുന്ന രീതിയിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ആ എരുന്ത് തിളപ്പിച്ചെടുത്തിട്ടുള്ള ആ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കൂടുതൽ ടേസ്റ്റ് കിട്ടും. അപ്പോൾ എല്ലാവരും വീട്ടിൽ തയ്യാറാക്കി നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. വളരെ പെട്ടെന്ന് തന്നെ നല്ല രുചികരമായിട്ട് നല്ല സ്പൈസി ആയിട്ട് എരുന്തിൻ്റെ ആ പ്രത്യേക ടേസ്റ്റോട് കൂടി നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു സ്നാക്കാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കുക.
ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.